ഈ ഒരു ന്യൂജൻ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനമുള്ള ഈ ഒരു യുഗത്തിൽ നാം പലപ്പോഴും പല വിഷയങ്ങളുമായിട്ട് മാറി ചിന്തിക്കാറുണ്ട്. എങ്കിൽ പോലും ആത്മീയപരമായിട്ടുള്ള ചില വിഷയങ്ങൾ ട്രഡീഷണൽ ആയിട്ട് നിലനിർത്തി പോരുന്ന മതപരമായിട്ടുള്ള ചില വിഷയങ്ങളെ, ഉദാഹരണത്തിന് പ്രാർത്ഥന പോലുള്ള വിഷയങ്ങളെ ഇപ്പോഴത്തെ നവലിബറലിസ്റ്റുകൾ പലപ്പോഴും നിസാരവൽക്കരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഈ ഒരു സമയത്താണ്, ഈ ഒരു സന്ദർഭത്തിലാണ് അമേരിക്കയിലെ മോഡേൺ സൈക്കോളജിസ്റ്റുകൾ കണ്ടെത്തിയ പ്രാർത്ഥനയുടെ പിന്നിലുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള രഹസ്യം അവർ കണ്ടെത്തുന്നത്. എന്തെന്ന് വെച്ചാൽ, അമേരിക്കയിലെ ഹാർട്ട് സർജറിക്ക് വിധേയരായ ധാരാളം പേഷ്യൻസിനോട് അവരവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളിൽ മുഴുകാൻ വേണ്ടിയിട്ട് പ്രതീക്ഷ കൈവിടാതെ നിർദ്ദേശിക്കുകയും പിന്നീട് അവർ അതിനെ പ്രാവർത്തികമാക്കുകയും ശേഷം അവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും ശമനം നേടുകയുണ്ടായി. ഇതിലൂടെ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇതിലൂടെ അവർ കണ്ടെത്തിയത് എന്തെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അവൻ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ബ്രെയിനിൽ എപ്പിനെഫ്രിൻ പോലത്തെ കെമിക്കൽ കോമ്പണൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അതിൽ നിന്നും സെൽഫ് കോൺഫിഡൻസ് രൂപപ്പെടുത്തിയെടുക്കാനും പിന്നീട് അവനിക്ക് പ്രതീക്ഷ കൈവിടാതെ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് തരണം ചെയ്യാനും പിന്നീട് അവന്റെ ലക്ഷ്യത്തിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സാക്ഷാത്കരിക്കാനുള്ള ഒരു പ്രവണത അവനിൽ ഉണ്ടാകും എന്നതാണ് അവർ മോഡേൺ സൈക്കോളജിസ്റ്റുകൾ കണ്ടെത്തിയത്. ഇത് ഈ 21ാം നൂറ്റാണ്ടിലാണ് ശാസ്ത്രലോകം കണ്ടെത്തുന്നതെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ 6ാം നൂറ്റാണ്ടിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരർക്ക് നിർദ്ദേശിച്ചതും ഈ ഒരു സന്ദേശമായിരുന്നു. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊള്ളുകയും ചോദിച്ചുകൊള്ളുകയും നിങ്ങൾ തന്നെ ഫലമുണ്ടാകും, ഉത്തരം ലഭിക്കും എന്നുള്ള ദൃഢനിശ്ചയമുള്ളവരായിട്ട് തന്നെ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു കൊള്ളുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ഈ ഒരു കാര്യം തന്നെയാണ് 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ 21ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ മോഡേൺ സൈക്കോളജിസ്റ്റുകളെ കൊണ്ട് പ്രൂവ് ചെയ്യപ്പെട്ടത്.